ബി.ജെ.പി. സംസ്ഥാന വ്യക്താവായിട്ടുള്ള ശ്രീ എസ് കേണൽ ഡിന്നിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപാട് മലയാളികളാണ് ഗൾഫ് നാടുകളിൽ പ്രവാസ ജീവിതം നയിക്കുന്നത്. പക്ഷെ ആ വീടുകളിൽ ഇല്ലാത്തവരും ഈ വാർത്തകൾ കേട്ട് ഒരു ഭീതി ഉണ്ടാകുന്ന തരത്തിലൊരു ലക്ഷണമാണ് അവർക്ക് ഉണ്ടാകുന്നത്. പക്ഷെ ഈ വാർത്തകൾ നമ്മൾ അറിയണം, കേൾക്കണം, റിപ്പോർട്ട് ചെയ്യണം. പക്ഷെ അതിലൊരു പരിധിയില്ലാത്ത രീതിയിലാണ് ഒരു ഭീതി പടർത്തുന്ന രീതിയിലുള്ള ഒരു വാർത്തകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രയും ഭീതികരമായ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ, അതോ യാഥാക്രമമായിട്ട് കാലത്തോ വൈകിട്ടോ എന്തെങ്കിലും അതിന്റെ ഉള്ളടക്കം തികഞ്ഞൊരു വാർത്ത ഇവർ റിപ്പോർട്ട് ചെയ്യാതെ ഇത്തരത്തിൽ മലയാളികൾ കൂടുതലും ഇന്ന തലത്തുണ്ടായിട്ട് ഇവർക്ക് റീച്ച് കിട്ടും എന്നുള്ളതാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് കാണുന്ന ഒരു മീഡിയ, പ്രത്യേകിച്ച് നമ്മുടെ ദൃശ്യം മീഡിയയിലുള്ള ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതായത് ഏതൊരു ന്യൂസ് വന്നാലും അതിനൊരു സെൻസേഷൻ ആക്കി മാറ്റുക. അപ്പൊ അത് ആളുകളെ ഈ ഒരു T20 മാച്ച് കാണുന്ന പോലെ, അതായത് ഓരോ ബോൾ ബൈ ബോൾ, അത് അടുത്ത ബോൾ എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ആകാംക്ഷയോടെ ഒരു ന്യൂസ് അവതരിപ്പിച്ച് ആ രീതിയിലേക്കുള്ള ഒരു ന്യൂസ് അവതരണവും ന്യൂസ് ഒരു കവറേജായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെയും എനിക്ക് തോന്നുന്നു അത്ര ഒരു രീതിയുടെ അനാവശ്യമായിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോഴും ഇവിടെയും ചില മാധ്യമ TV ചാനലുകൾ ചെയ്യുന്നത്. എല്ലാ TV ചാനൽ ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല, പക്ഷെ ചില ചാനൽ ഡെഫിനറ്റ്ലി അത് വലിയ രീതിയിലുള്ള ഹൈപ്പ് ചെയ്ത് അത് അനാവശ്യമായിട്ട് ചെയ്യാണ്. കാരണം അത് പലപ്പോഴും പല ആളുകളും ഇത് കാണുമ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട്, ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രോബ്ലം ആകുന്നു. അവരുടെയൊക്കെ ബന്ധുക്കളൊക്കെ ആയിരിക്കും ചിലപ്പം ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ളത്. അപ്പൊ ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് അവിടുത്തെ യഥാർത്ഥത്തിലുള്ള സ്ഥിതിയെ കുറിച്ച് അറിയത്തില്ല. അപ്പൊ അവർ ഈ ന്യൂസ് കാണുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു ആശങ്ക, അവർക്കൊരു വിഷമവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും. ആ രീതിയിലുള്ള ഒരു കാര്യം ചെയ്യുന്നത് വളരെ ദൗർഭാഗ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം അവിടെ താമസിക്കുന്ന ആളുകളായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ ശരിയാണ്, യുദ്ധം നടക്കുന്നുണ്ട്, അവിടെ മിസൈൽസ് വരുന്നുണ്ട്. പക്ഷെ അവിടെ അതിനു വേണ്ടിയുള്ള വ്യവസ്ഥ ഉണ്ട്, അതിനുള്ള പ്രൊട്ടക്ഷൻ സിസ്റ്റം ഉണ്ട്. അവിടെ ജീവിതം ഒരുവിധം നോർമലായിട്ട് പോകുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലൊരു ഹർത്താലോ ബന്ധോ അല്ലെങ്കിൽ കോവിഡ് സമയത്തോ കഴിഞ്ഞ പോലെ ഉള്ള ഒരു പ്രശ്നം അവിടെ ഇല്ലെന്നാണ് നമ്മൾ അവിടെ ഗൾഫ് നാടുകളിൽ ഇപ്പോൾ താമസിച്ച് ജോലി ചെയ്യുന്നവരുമായിട്ട് തിരക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും. അതെ, തീർച്ചയായിട്ടും. അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ ഇവിടെ ചില മീഡിയ TV ചാനൽ കാണിക്കുന്ന പോലത്തെ ഉള്ള വിശേഷം ഒന്നും അവിടെ ഇല്ല. അവിടെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ശരിയാണ്, ദുബായ് എയർപോർട്ട് പോലുള്ള കുറച്ച് മണിക്കൂർ അല്ലെങ്കിൽ 2 ദിവസത്തേക്കൊക്കെ അടച്ചിടേണ്ടി വന്നു. അതൊക്കെ ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. പക്ഷെ ഇവിടെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്ഷൻ അത്രയും കാഷ്വാലിറ്റീസോ അല്ലെങ്കിൽ അത്രയും രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ ഒരു അപ്രതീക്ഷിതമായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ വന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷെ ആ അപ്രതീക്ഷിതത്തിലും തന്നെ അതിനെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കണം, സത്യസന്ധമായിട്ട് കാണിക്കണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. കാരണം അതൊരു ആകാംക്ഷയുടെ മുൻമലയിൽ നിർത്തിക്കൊണ്ട് ആവരുത് ഈ സംപ്രേഷണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ മലയാളിയായ ശ്രീ യൂസഫ് അലി, അദ്ദേഹത്തിന് ഗൾഫ് നാടുകൾ മാത്രമല്ല ലോകത്ത് തന്നെ വിവിധ രാജ്യങ്ങളിൽ ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, പല ഭാഷയിലും പല രാജ്യത്തുള്ള വാർത്തകൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന വ്യക്തി. അദ്ദേഹം പറഞ്ഞു, കേരളത്തിലായി മലയാളികൾ മീഡിയ മാത്രമാണ് ഇത്രയും വാർത്തകൾ ഇങ്ങനെ ചെയ്യുന്നത്, അതവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊക്കെ ഉള്ളൊരു വാർത്ത അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. നമുക്ക് ഇപ്പം UAE ഉദാഹരണം നോക്കുകയാണ്. UAE പ്രസിഡന്റും അല്ലെങ്കിൽ അവിടുത്തെ കിങ്ങും അവരെല്ലാവരും തന്നെ വെളിയിൽ വന്ന് മാളിൽ വന്ന് നടക്കുന്നത് മറ്റുമൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ തന്നെ ആക്ച്വലി ഇതിനു വേണ്ടി പലരും അവിടെ തന്നെ ആളുകൾ പുറത്തു വന്നിട്ട് പല രീതിയിൽ നോർമലായിട്ട് നടക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് അവിടെ നിന്ന് വന്നിട്ട് പോലും ഇവിടെ ചില ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു TRPക്ക് വേണ്ടിയുള്ള ഒരു യുദ്ധമാണ് ആക്ച്വലി പറഞ്ഞാൽ ഇവിടുത്തെ മീഡിയയുടെ. ആ TRP യുദ്ധത്തിൽ അവർ ഏത് രീതിയിലുള്ള ഒരു റിപ്പോർട്ടിംഗ് ചെയ്താലാണ് ആളുകളുടെ അറ്റൻഷൻ അത് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത്. അത് നമ്മൾ പലപ്പോഴും കണ്ടു. ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടു. ഓപ്പറേഷൻ സിന്ദൂറിൽ കറാച്ചി വരെ ബോംബ് ചെയ്തിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട് നമ്മുടെ ഇടയ്ക്ക് റിപ്പോർട്ടറിൽ. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ ചില ആക്സിഡന്റ് നടക്കുന്ന സമയത്തും ഇതേപോലെ മിനിറ്റ് ടു മിനിറ്റ് എന്താ നടക്കുന്നുള്ള രീതിയിലേക്കുള്ള റിപ്പോർട്ടിംഗ്, അതൊക്കെ പലപ്പോഴും വഴിതെറ്റിച്ച് വിടുന്ന രീതിയിലേക്ക് പോലും ഈ റിപ്പോർട്ടിംഗ് കാരണം ഈ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രഷർ വരും. പബ്ലിക് പ്രഷർ വന്നു കഴിഞ്ഞാൽ തെറ്റിപ്പോകുന്ന ഒരു രീതിയിലുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ശ്രീ യൂസഫ് അലി പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് കുറച്ചും കൂടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ഇവിടുത്തെ ചില മാധ്യമ ആളുകൾ ചെയ്യണമെന്ന് തന്നെയാണ് എന്റെയും ഒരു റിക്വസ്റ്റ്. അതേപോലെ തന്നെ കേരളത്തില് നമ്മുടെ ഈ യുദ്ധം നടക്കുന്നത് പശ്ചിമേഷ്യയിലാണെങ്കിൽ ഇറാനെതിരെയാണ് ഇസ്രയേലും അമേരിക്കയും യുദ്ധം ചെയ്യുന്നത്. പക്ഷെ തിരിച്ച് ആ യുദ്ധം തിരിച്ച് അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ നേരെ തിരിയാതെ കൂടുതലും അവർ ഗൾഫ് നാടുകളിൽ ഈ മലയാളികളായിട്ട് പ്രവാസികൾ നിൽക്കുന്ന ഗൾഫ് നാടുകളിലേക്കാണ് അവർ തിരിച്ച് ബോംബിടുകയും ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ ഇവിടെ ഉള്ള കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാർ, CPI, CPM പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെല്ലാവരും ഇറാനാണ് സപ്പോർട്ട് ചെയ്യുന്നത്.
അതെന്താണ് അവർ അങ്ങനെ അത്തരത്തിലൊരു തീരുമാനം എടുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇതും നമ്മളെ ഒരു കേരളത്തിന്റെ മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണണം. അതായത് ഇസ്രയേലും പലസ്തീനുമായിട്ട് അവിടെ എന്തെങ്കിലും യുദ്ധം നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവത്തില്ല. ഇപ്പൊ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധം നടക്കും, നമ്മൾ അതിനകത്ത് ഡയറക്റ്റായിട്ട് യാതൊരു രീതിയിൽ റോളില്ല. പക്ഷെ ഇവിടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും എല്ലാം രണ്ട് വിഭാഗമായിട്ട് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മോശമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ച് ഒരു സമൂഹത്തിനെ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം എപ്പോഴും നടത്താറുണ്ട്. അതിനകത്ത് ചില രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് CPM കോൺഗ്രസ് പാർട്ടി വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ നേട്ടം കണ്ടുകൊണ്ട് അവർ ഇതിനു വേണ്ടി ഇപ്പൊ നോക്കൂ, ഇറാനിൽ അറ്റാക്ക് നടത്തി, US-ഉം ഇസ്രയേലും നടത്തി, അവിടുത്തെ ഖമേനിയെ വധിച്ചു, ശരിയാണ്. പക്ഷെ അപ്പൊ ഉടനെ പറയാണ് എന്തുകൊണ്ട് ഇന്ത്യ അതിനെ അപലപിച്ചില്ല. അപ്പൊ എന്റെ ചോദ്യം, ഈ GCC രാജ്യങ്ങളിലെ ഏതെങ്കിലും രാജ്യം അതിനെ അപലപിച്ചോ? മറിച്ച് ഇറാൻ ഈ GCC രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്ത് നമ്മൾ 1 കോടിയോളം ജനത ഉള്ള ഒരു രാജ്യങ്ങളിൽ അവരെ അറ്റാക്ക് ചെയ്തപ്പോൾ ഇവരാരെങ്കിലും അപലപിച്ചോ? അതിനെ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പൊ നോക്കൂ, ഇവിടെ ഇരട്ടത്താപ്പിനെ കുറിച്ച് നോക്കൂ. സദ്ദാം ഹുസൈനെ കൊന്നപ്പോൾ, അതായത് ഡിസംബർ 2006 30 ഡിസംബർ 2006 അന്ന് കോൺഗ്രസ് ആയിരുന്നു ഭരണം. ആ കോൺഗ്രസ് ഭരണം അന്ന് ഇതിനെ അപലപിച്ചൊന്നുമില്ലായിരുന്നു. അന്ന് അവർ ജസ്റ്റ് ഒരു വേർഡ് യൂസ്, വി ആർ ഡീപ്ലി ഡിസ്റ്റർബ്ഡ് മാത്രമാണ്, ഞങ്ങൾക്ക് വളരെ ഒരു ഡിസ്റ്റർബ് ആയിട്ടുള്ള മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അവർ ചെയ്തില്ലല്ലോ. അപ്പൊ അവർ ഭരിക്കുമ്പോൾ വേറൊരു റൂള്, മറ്റു പാർട്ടി വരുമ്പോൾ വേറൊരു റൂള് എന്നുള്ളത് ശരിയല്ല. നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ രാഷ്ട്ര താല്പര്യമാണ് ഏറ്റവും വലുത്. ആ രാഷ്ട്ര താല്പര്യത്തിൽ ഇപ്പോൾ നമ്മുടെ 1 കോടിയോളം ജനത ഈ ഗൾഫ് മേഖലയിലുണ്ട്. അവരുടെ സുരക്ഷ ആണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും നമ്പർ 1 പ്രയോറിറ്റി. അത് കഴിഞ്ഞ് നമുക്ക് അവിടുന്ന് വരുന്ന എണ്ണ, അത് നമുക്ക് വലിയൊരു പ്രയോറിറ്റിയാണ്. അപ്പൊ അത് വെച്ച് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് അപലപിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും തള്ളിക്കളഞ്ഞുകൊണ്ടൊന്നും അല്ല ഇന്ത്യയുടെ ഫോറിൻ പോളിസി പോകുന്നത്. അല്ല, ഇവിടെ ഈ സമരം ചെയ്യുകയും അവർക്ക് പിന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവർ പറയുന്നത് ഇറാനിൽ മിസൈൽ കൊണ്ടിട്ടപ്പോൾ പെൺകുട്ടികൾ മരണപ്പെട്ടു എന്നാണ്. എന്നുവെച്ചാൽ ഒരു മദ്രസയിൽ അങ്ങോട്ട് ബോംബിട്ടു എന്നുള്ളത്. പക്ഷെ അവിടെ മുഖം മറയ്ക്കാതെ ഒരു പെൺകുട്ടി നടന്നാൽ ആസിഡ് ആക്രമണം നടത്തുന്നതിനെ കുറിച്ചൊന്നും അവർക്ക് അറിയത്തില്ല, അതിന് അവർ അപലപിക്കുന്നില്ല. തീർച്ചയായിട്ടും യുദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭയാനകമായിട്ടുള്ള കാര്യമാണ്. അത് എവിടെ നടന്നാലും, എങ്ങനെ നടന്നാലും, ഏത് രാജ്യങ്ങൾ തമ്മിൽ നടന്നാലും അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. കാരണം യുദ്ധമൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതെന്നുള്ള വ്യക്തി എന്നുള്ളത്, കോൺഫ്ലിക്ട്സ് കണ്ടതെന്നുള്ള വ്യക്തി എന്നുള്ളത്, യുദ്ധം ഒരിക്കലും ഒരു പരിഹാരമല്ല. അത് കറക്റ്റാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടുത്തെ ഇരട്ടത്താപ്പ് എന്ന് വെച്ചാൽ ഒരു സൈഡ് മാത്രം അവർ പറയും. ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഇറാനെ കുറിച്ച് ഇത്രയും പറയുന്നുണ്ട്, ഇത്രയും ഇപ്പൊ പെൺകുട്ടികൾ മരിച്ചു, ശരിയാണ്, അത് മരിച്ചു വളരെ ദൗർഭാഗ്യപരമായിട്ടുള്ള കാര്യം. ഇതേ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ വലിയൊരു ഒരു യുദ്ധത്തിന്റെ ഒരു രീതിയിലേക്ക് അവർ അറ്റാക്ക് ചെയ്തു. അവിടെയും 100 കണക്കിന് കുട്ടികൾ മരിച്ചു, 100 കണക്കിന് ആളുകൾ മരിച്ചു. പക്ഷെ ഇവിടുന്ന് ഒരൊറ്റ ആളുകൾ അഫ്ഗാനിസ്ഥാനിലെ ആ പൗരന്മാരെ കൂടെ നിന്നോ? എന്തുകൊണ്ട് നിന്നില്ല? ഏതെങ്കിലും ഒരു ആളുകൾ എന്തെങ്കിലും ഒരു വാക്ക് CPM കോൺഗ്രസോ പറഞ്ഞോ, ഞങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ കൂടെ ഉണ്ട്, ഞങ്ങൾ അഫ്ഗാനിസ്ഥാൻ ജനതയുടെ കൂടെ ഉണ്ട്, എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പൊ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചോളം മതം ഉപയോഗിച്ച് മതപ്രീണനം എന്നുള്ള രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ടാണ്. അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരളത്തിലുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ആരാണോ ഇതിനെതിരെ നിൽക്കുന്നത് അവരെയൊക്കെ നോട്ട് ചെയ്ത് വെക്കണമെന്ന് എല്ലാ സ്റ്റേറ്റിനും അവർ ഉത്തരവ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് ഭാരതം ഏത് നിലപാടെടുക്കുക, ആ നിലപാടിനൊപ്പം ഭാരതത്തിലെ ജനങ്ങളുണ്ടെങ്കിൽ നാളെ ഭാരതത്തിനെതിരെ ഒരു അറ്റാക്ക് വരുമ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്കൊരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. തീർച്ചയായിട്ടും ഞാൻ ചില നമുക്ക് പ്രതിഷേധമാവാം. നമ്മൾ ഡൽഹിയിലൊക്കെ ഞാൻ അത് കുറച്ച് പ്രതിഷേധം കണ്ടു. ഖമേനിയുടെ വധിച്ചതിനുള്ള പ്രതിഷേധം നമ്മുടെ രാജ്യത്താവാം. ആ പ്രതിഷേധം നടത്തുന്നതിനകത്ത് തന്നെ ഞാൻ പലരെയും ശ്രദ്ധിച്ചു. അവർ പറഞ്ഞത് ഞങ്ങൾ ഭാരതീയരാണ്, ഞങ്ങൾക്ക് അതിനകത്ത് വലിയ ഒരു സന്തോഷമുണ്ട്, ഞങ്ങൾ അതിനകത്ത് വളരെ അഭിമാനം കൊള്ളുന്ന ആളാണ്. പക്ഷെ ഞങ്ങളെ സുപ്രീം ലീഡർ അല്ലെങ്കിൽ ഞങ്ങളെ ആത്മീയ ഗുരുവിനെ വധിച്ചതിലുള്ള പ്രതിഷേധമാണ്, അതിന് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഈ പ്രതിഷേധം അല്ലല്ലോ നമ്മളിവിടെ കേരളത്തിൽ കാണുന്നത്. അവർ കാണുന്നതെന്ന് വെച്ചാൽ വേറെ രീതിയിലുള്ളതാണ്. പിന്നെ ഇതിന്റെ ഒരു ഇന്ത്യ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ വളരെ നിരീക്ഷിക്കുന്നത് വെച്ചാൽ, ഈ പ്രതിഷേധത്തിന്റെ ഇടയ്ക്ക് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുണ്ട് ചില രാഷ്ട്രവിരുദ്ധരായിട്ടുള്ള ആളുകൾ വന്ന് ഈ ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച് അക്രമം അടിച്ചുവിട്ട് ഭാരതത്തിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഇതിനെ തിരിയാനുള്ള രീതിയിലേക്ക് ഇതിനെ മാറ്റാനുള്ള ഒരു സ്ട്രാറ്റജിയും കൂടെ ചിലപ്പോൾ നടത്തും. അപ്പൊ അതുകൊണ്ടാണ് ഭാരതത്തിന്റെ സർക്കാർ പറഞ്ഞത് ഈ പ്രതിഷേധത്തിൽ വരുന്നത് മറ്റാളുകളെയൊക്കെ നിരീക്ഷിക്കുന്നു. കാരണം ഇതിനകത്ത് ഡെഫിനറ്റ്ലി ഒരു തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തും. അത് ഭാരതത്തിന് എതിരായിട്ട് നടത്താനുള്ള ശ്രമം വളരെ പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിൽ നടക്കുന്നു. അതിനു വേണ്ടിയുള്ള നിരീക്ഷണത്തിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും യുദ്ധം എന്ന് പറയുന്നത് ആർക്കും പരിഹാര മാർഗമല്ല. എന്തായാലും ഇത്തരം നടക്കുന്നതിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ, വിഷ്വൽ മീഡിയ മാധ്യമങ്ങളെല്ലാം തന്നെ ഒരു സംയമനം പാലിക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളിലുള്ളവർ, ഈ ഭാരതത്തിലുള്ളവർ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അതിനും ഒരു മര്യാദയും ഒരു കാര്യങ്ങളും വേണം. അത് സമയോചിതമായിട്ടുള്ള പ്രതിഷേധങ്ങളായിരിക്കണം, അല്ലെങ്കിൽ ഭാരതത്തിലുള്ളവർക്കും നാളെ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കർമ്മ ന്യൂസ് രാമപുരം.